ഹായ്, എൻ്റെ പേര് ജിസ് ആൻ്റണി. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗുഡ് റീഡ്സ്. വായനയെ സ്നേഹിക്കുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് റെക്കമെൻഡേഷൻ സീരീസ് ആണ് ഗുഡ് റീഡ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പുസ്തകവുമായിട്ടാണ്. മദർ മേരി കംസ് ടു മീ ബൈ അരുന്ധതി റോയ്. മലയാളികൾക്ക് ഏറെ പരിചിതരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് മേരി റോയും മകൾ അരുന്ധതി റോയും. അവരുടെ ജീവിതങ്ങൾ ഫിൽറ്ററുകളില്ലാതെ, അതിഭാവുകത്വങ്ങളില്ലാതെ, ഭയാനകമായ സത്യസന്ധതയോടെ, എന്നാൽ കവിതയെ വെല്ലുന്ന മനോഹാരിതയും നമുക്ക് മുന്നിൽ വരച്ചിടുകയാണ് മദർ മേരി കംസ് ടു മീ എന്ന ഈ ഓർമ്മ പുസ്തകം. മേരി റോയിയെ വിശേഷിപ്പിക്കാൻ, അവരുടെ സ്മാരകശിലയിൽ എഴുതി ചേർക്കാൻ മകൾ തിരഞ്ഞെടുത്ത ആ 3 വാക്കുകൾ തന്നെ ധാരാളം. ഡ്രീമർ, വാരിയർ, ടീച്ചർ. സംഘർഷങ്ങൾ നിറഞ്ഞ സ്വന്തം വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വിവാഹം കഴിക്കുകയും ഭർത്താവിനോടൊപ്പം ആസമിലേക്ക് ഓടിപ്പോവുകയും പിന്നീട് ആ വ്യക്തിയോ ഇടമോ തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി 4ഉം 3ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ കൂട്ടി ഒന്നുമില്ലാത്തവളായി, ആരുമില്ലാത്തവളായി തിരികെ വരികയും ചെയ്ത മേരി റോയ്ക്ക് കുറഞ്ഞ വർഷങ്ങളുടെ ഇടവേളയിൽ കോട്ടയത്തെ ഒരു മൊട്ടക്കുന്നിൽ സമാനതകളില്ലാത്ത സവിശേഷമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്താനായെങ്കിൽ അത് അവരുടെ സ്വപ്നങ്ങളുടെ മാത്രം ബലത്തിലാണ്. വെല്ലുവിളികളെ സധൈര്യം നേരിട്ട, വിട്ടുവീഴ്ചകൾക്ക് അത് സ്വന്തം കുടുംബവുമായിട്ടാണെങ്കിൽ കൂടി തയ്യാറാവാത്ത ഒരു പോരാളിയായിരുന്നു മിസ്സസ് റോയ്. അരുന്ധതിയുടെ അമ്മ എന്നതിലുപരി ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയി തനിക്ക് അനുകൂലമായ വിധി നേടിയെടുത്തവൾ എന്ന നിലയിലാണ് മേരി റോയ് രാജ്യശ്രദ്ധ നേടുന്നത്. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന നീതി നിഷേധത്തിനെതിരെയുള്ള തികച്ചും വ്യക്തിപരമായ ഒരു പോരാട്ടമായിരുന്നെങ്കിൽ കൂടി അവരുടെ വിജയം പിന്നീട് രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും കാരണമായി മാറി. ആത്യന്തികമായി മിസ്സസ് റോയുടെ പ്രൊഫഷനും പാഷനും അധ്യാപനമായിരുന്നു. അവരുടെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൊണ്ട് മാത്രമാണ് 1967 കോട്ടയത്തെ ഒരു റോട്ടറി ക്ലബ് കെട്ടിടത്തിൽ കോർപ്പസ് ക്രിസ്റ്റി എന്ന പേരിൽ തുടങ്ങിയ ചെറിയ മേക്ക്ഷിഫ്റ്റ് സ്കൂൾ ഇന്ന് പള്ളിക്കൂടം എന്ന പേരിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നത്. താൻ കെട്ടിപ്പടുത്ത സ്കൂളിനും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ സ്ത്രീ പക്ഷെ സ്വന്തം മക്കൾക്ക് നൽകിയത് സംഘർഷങ്ങൾ നിറഞ്ഞ ബാല്യവും നിരന്തരമായ അവഗണനയുമായിരുന്നു. ഒരു അമ്മ എന്ന നിലയിൽ നൽകേണ്ടിയിരുന്ന സ്നേഹമോ പരിഗണനയോ അവർക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ശത്രുക്കളോട് എന്നതുപോലെ അവരോട് പെരുമാറുകയും ചെയ്തു. വാത്സല്യത്തിന് പകരം ശാസനകളും ചേർത്ത് നിർത്തലിന് പകരം ആട്ടിപ്പായ്ക്കലുകളുമായിരുന്നു അരുന്ധതിക്ക് ലഭിച്ചിരുന്നത്. എന്നിരുന്നാലും അരുന്ധതി റോയ് എന്ന ലോകമറിയുന്ന എഴുത്തുകാരിയെ സൃഷ്ടിച്ചെടുക്കാൻ മിസ്സസ് റോയ് ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അരുന്ധതിക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയതും പുസ്തകങ്ങളുടെ വലിയ ലോകം അവൾക്ക് തുറന്നു കൊടുത്തതും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവളെ പ്രേരിപ്പിച്ചതും മിസ്സസ് റോയ് എന്ന അമ്മ തന്നെയായിരുന്നു. പുസ്തകത്തിന്റെ ആരംഭത്തിൽ അമ്മയെ അരുന്ധതി വിശേഷിപ്പിക്കുന്നത് ഷീ വാസ് മൈ സ്റ്റോം ആൻഡ് മൈ ഷെൽട്ടർ എന്നാണ്. ഇത്തരത്തിൽ ഒരേ സമയം മുറിവേൽപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഈ അമ്മ മകൾ ബന്ധമാണ് പുസ്തകത്തിന്റെ ആദ്യ പകുതിയിൽ നാം വായിച്ചെടുക്കുന്നത്. രണ്ടാം പകുതിയിൽ എഴുത്തുകാരിയുടെ വ്യക്തിജീവിതവും എഴുത്തും രാഷ്ട്രീയവും ഒക്കെയാണ് കടന്നു വരുന്നത്. 17-ാം വയസ്സിൽ അമ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഡൽഹിയിലേക്ക് പോയ അരുന്ധതി അവിടെ സ്വന്തം പേരും ജീവിതവും കെട്ടിപ്പടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെ വളരെ രസകരമായിട്ടാണ് പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. അരുന്ധതി റോയ് എന്ന വ്യക്തിയിൽ ഞാൻ കണ്ട ഒരു സവിശേഷത, അവർ ഒരിക്കൽ പോലും സ്വയം ഒരു വിക്ടിമായി പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അവർ അന്നും ഇന്നും ജീവിതം ആസ്വദിക്കുക തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു സ്ത്രീയും ഒരു 17-18 വയസ്സിലൊക്കെ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും ജീവിതവുമായിരുന്നു അരുന്ധതിയുടേത്. പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ആയിരുന്നെങ്കിലും അവരുടെ യൗവനം നല്ല സൗഹൃദങ്ങളാലും വ്യത്യസ്തങ്ങളായ നിരവധി അനുഭവങ്ങളാലും ഏറെ സമ്പന്നമായിരുന്നു. അരുന്ധതി റോയുടെ ആദ്യകാല തിരക്കഥകളും നോവലുകളും പൊളിറ്റിക്കൽ ലേഖനങ്ങളുമൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്നതിൻ്റെ ഒരു വിശദമായ വിവരണവും പുസ്തകത്തിലുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഭാഗം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതി പബ്ലിഷ് ചെയ്തതിനെ പറ്റിയും പിന്നീട് ബുക്കർ പ്രൈസിന് ശേഷം കൈവന്ന പ്രശസ്തിയും വിമർശനങ്ങളും കൈകാര്യം ചെയ്തതിനെ പറ്റിയും ഒക്കെ വിവരിക്കുന്ന ഭാഗമാണ്.
ഇങ്ങനെ വളരെ ശക്തരായ രണ്ട് സ്ത്രീകളുടെ ജീവിതങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണെങ്കിൽ കൂടി ഇതിൽ ആഘോഷിക്കപ്പെടുന്ന മറ്റനേകം ജീവിതങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട രണ്ടുപേർ അരുന്ധതിയുടെ സഹോദരൻ LKCയും മേരി റോയുടെ സഹോദരൻ G ഐസക്കുമാണ്. എവിടെയൊക്കെ ഈ പുസ്തകത്തിൽ അവരെക്കുറിച്ച് പരാമർശിക്കുന്നു അവിടെയെല്ലാം അരുന്ധതിയുടെ വാക്കുകളിൽ സാധാരണയിൽ കവിഞ്ഞൊരു സ്നേഹവും ആർദ്രതയും നിറയുന്നുണ്ട്. അതുപോലെ മേരി റോയിയെ പല കാലങ്ങളിൽ ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടനവധി സ്ത്രീകളുണ്ട്. ഈ ഓർമ്മ പുസ്തകത്തിൽ അവർക്ക് എല്ലാവർക്കും ഒരിടം കൊടുക്കാനും അവരോട് എംപതൈസ് ചെയ്യാനും അരുന്ധതി പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. അരുന്ധതി റോയ് എന്ന എഴുത്തുകാരിയുടെ ഭാഷയും ആഖ്യാന ശൈലിയും ഈ ഓർമ്മ പുസ്തകത്തെ മറ്റൊരു തലത്തിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര തീക്ഷ്ണമായ അനുഭവവും വളരെ ലളിതമായി വിവരിക്കാനുള്ള സവിശേഷമായ ഒരു കഴിവ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവരോട് പ്രകടിപ്പിക്കാനാവാതെ പോയ സ്നേഹവും അമർഷവും പരാതികളും പരിഭവങ്ങളും ഒക്കെ നർമ്മത്തിന്റെ ഒരു പാളിയിൽ ഒളിപ്പിച്ചാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വായനയെ മനോഹരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നുണ്ട്. നാം എങ്ങനെ ചിന്തിക്കണമെന്നോ ജീവിക്കണമെന്നോ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല, ഇങ്ങനെയും ചിന്തിക്കാമെന്ന് ഇങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണിത്. ജാതിയും മതവും ഭാഷയും പാരമ്പര്യവും സൃഷ്ടിക്കുന്ന മതിലുകൾക്കപ്പുറം സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ വിശാലമായ ഒരു ലോകമുണ്ടെന്നും അവിടെ സ്വതന്ത്രരായി ചിന്തിക്കുന്ന അനേകം മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് അരുന്ധതി. നിങ്ങൾ ഇതുവരെ ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. Thanks for watching. See you later. Bye.